Hi dear students, ഇപ്പോൾ എല്ലാവരും ഫസ്റ്റ് പാർട്ട് അതായത് +2 കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആദ്യത്തെ C++ എന്നുള്ള സെക്ഷൻ്റെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. പാർട്ട് 1 എന്നുള്ള രീതിയിൽ ചാപ്റ്റർ 1, 2, 3 സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി വേണ്ടത് ചാപ്റ്റർ നമ്പർ 4, 5, 6. അതായത് ചാപ്റ്റർ നമ്പർ 4. ചാപ്റ്റർ നമ്പർ 4ൻ്റെ പ്രത്യേകത HTML ആണ് അല്ലേ. ചാപ്റ്റർ 5ഉം HTMLൻ്റെ കണ്ടിന്യൂഷൻ ആണ്, പക്ഷേ നല്ല വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ്. വെബ് ഡിസൈനിങ് ആണ്. അതേപോലെ ചാപ്റ്റർ 6ൻ്റെ കേസിലാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റുമാണ്. ജാവാസ്ക്രിപ്റ്റും നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. റെഡി അല്ലേ? അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞ പോലെ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് കവർ ചെയ്യാം. പക്ഷേ മക്കളെ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഒപ്പിയെടുത്തത്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെല്ലാം നമുക്ക് സെറ്റാക്കണം കേട്ടോ. ഫുൾ മാർക്ക് അടിക്കണം നമുക്ക്. റെഡി അല്ലേ? നിങ്ങൾ കൂടെ ഉണ്ടാവണം. റെഡി അല്ലേ? സെറ്റാക്കാം. യെസ്, എന്നാൽ പിടിച്ചോ. വെബ് ടെക്നോളജി ചാപ്റ്റർ നമ്പർ 4 വെബ് ടെക്നോളജിയാണ്. ആദ്യം കുറച്ച് തിയറി പാർട്ടുണ്ട്. ആ തിയറിയിൽ തന്നെ മെയിനായിട്ട് വരുന്ന രണ്ട് ക്വസ്റ്റ്യനേ ഉള്ളൂ. സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും 1 മാർക്ക് പിടിക്കാം. The tag used എന്താ? The tag used എവിടെ? The tag is used to scroll the text in a web page. ഒരു ഇമേജിനെ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിനെ സ്ക്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗിൻ്റെ പേരാണ് മാർക്യൂ ടാഗ്. മാർക്യൂ ടാഗ് എന്നാ പിടിച്ചോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡീഫോൾട്ട് പോർട്ട് നമ്പർ ഓഫ് HTTPS. HTTP പറയുമ്പം 80 ആണ്. എന്നാൽ HTTPS എന്ന് പറയുമ്പം സെക്യൂർ ഉള്ളതുകൊണ്ട് 443 ആണ് പോർട്ട് നമ്പർ. നോട്ട് ചെയ്ത് വെക്കണേ. HTTPൻ്റെ 80 ആണ്. നെയിം ദ ടാഗ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് ഇമേജ്. ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടാഗിൻ്റെ പേരാണ് IMG. IMG ഈസ് ആൻ MG ടാഗാണ്. HTML സ്റ്റാൻഡ്സ് ഫോർ, HTMLൻ്റെ ഫുൾ ഫോം എന്താ? ഹൈപ്പർ ടെക്സ്റ്റ്. അറിയുന്നതാണ്, എന്നാലും ഒരു മാർക്ക് പോലും എന്നെ കേൾക്കണ എൻ്റെ മക്കൾക്ക് മിസ്സാവരുത്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. എന്നാ പിടിച്ചോ. ദ ടൈപ്പ് ഓഫ് ടാഗ് ദാറ്റ് റിക്വയർ ഒൺലി എ സ്റ്റാർട്ടിംഗ് ടാഗ് ബട്ട് നോട്ട് ആൻ എൻഡിങ് ടാഗ്. സ്റ്റാർട്ടിംഗ് ടാഗ് മാത്രം മതി, എൻഡിങ് വേണ്ട. അങ്ങനത്തെ ടാഗിനെ പറയുന്ന പേരാണ് MG ടാഗ്. MG ടാഗ് എന്നാ പിടിച്ചോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാറ്റിക് വേഴ്സസ് ഡൈനാമിക്. നോട്ട് ചെയ്ത് വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാറ്റിക് വേഴ്സസ് ഡൈനാമിക് വെബ് പേജ് എന്താ? സ്റ്റാറ്റിക് പറഞ്ഞാൽ ഫിക്സഡ് ആയിരിക്കും. കണ്ടന്റ് ആൻഡ് ലേ ഔട്ട് ആർ ഫിക്സഡ് ആണ്. മറ്റത് എന്ത് ചെയ്യും? ചേഞ്ചിങ് ഡ്യൂറിങ് റൺ ടൈം, മാറിക്കൊണ്ടിരിക്കും വെബ് പേജ്. രണ്ടാമത്തെ പോയിന്റ്, നെവർ യൂസ് ഡാറ്റാബേസ്. ഡാറ്റാബേസ് ഉപയോഗിക്കുന്നതില്ല. ഇവിടെ ഡാറ്റാബേസ് ഈസ് യൂസ്ഡ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ്ലി റൺ ഓൺ അല്ലേ, ഡാറ്റാബേസ് ഇല്ലാത്ത റൺ ഓൺ ബ്രൗസറാണ്. പക്ഷേ ഇത് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് സെർവറിലാണ് ഇത് റൺ ചെയ്യുക. സ്റ്റാറ്റിക് ആണ്, വളരെ എളുപ്പമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈസി ടു ഡെവലപ്പ്. മറ്റേത് രണ്ടാമത്തേത്, പ്രോഗ്രാമിംഗ് സ്കിൽസ് ആർ റിക്വയർഡ്. ഇതേ പവറിൽ രണ്ട് കമ്പാരിസൺ വരുന്ന മറ്റൊരു സെക്ഷനാണ് സെർവർ ക്ലൈൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. സ്റ്റാറ്റിക് ക്ലൈൻറ്റ് സൈഡും സെർവർ സൈഡും എന്താ? ക്ലൈൻറ്റ് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ഈസ് കോപ്പീഡ് ടു ദി ക്ലൈൻറ്റ് ബ്രൗസറാണ്. എന്നാൽ ഇവിടെ എന്തായിരിക്കും? റിമൈൻ ഇൻ വെബ് സെർവറിലാണ്. അതുകൊണ്ട് തന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതും ക്ലൈൻറ്റിൻ്റെ ബ്രൗസറിലാണ്. പക്ഷേ ഇത് സെർവർ ആയതിനാൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് വെബ് സെർവറാണ്. വാലിഡേഷൻ പർപ്പസിനാണ് ഇത് യൂസ് ചെയ്യുകയെങ്കിൽ ഇത് കണക്ട് ചെയ്യും ഡാറ്റാബേസിന്, എന്നിട്ട് റിട്ടേൺ ദ റിസൾട്ട്. നമ്മുടെ +2 റിസൾട്ടൊക്കെ വരുന്നത് സെർവർ സൈഡായിരിക്കും. യൂസറിന് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ ബ്ലോക്ക്. ഇത് കാൺ ബ്ലോക്ക്, കാരണം ഇത് സെർവറിലാണ്. കനോട്ട് ബി ബ്ലോക്ക്ഡ് ബൈ യൂസർ. ലാസ്റ്റ് പോയിന്റ് ഈസ് ഫീച്ചർ. വെബ് സെർവറിൻ്റെ ഫീച്ചേഴ്സ് എഫക്ട് ദ കോഡിങ്ങിനെ ബാധിക്കും. പക്ഷേ ഇതെന്താ? സെർവറിലായതിനാൽ ഫീച്ചേഴ്സ് ഡസ് നോട്ട് എഫക്ട് ദ കോഡിംഗ് പ്രോസസ്. പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാറ്റഗറൈസ് ദ ഫോളോയിങ് ഇൻ ടു കണ്ടെയ്നർ ആൻഡ് MG ടാഗ്. രണ്ട് ടൈപ്പ് ടാഗാണുള്ളത്, MG ടാഗും കണ്ടെയ്നർ ടാഗും. MG ടാഗിൻ്റെ പ്രത്യേകത എന്താ? ഓപ്പണിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ടെയ്നർ ആണെങ്കിൽ ഓപ്പണിംഗ് ഉണ്ടാവും, ക്ലോസിംഗ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇത് എന്താടാ? പറടാ. HTML ഈസ് എ കണ്ടെയ്നർ ടാഗാണ്. ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്. P ടാഗ് പാരഗ്രാഫ് ടാഗാണ്, കണ്ടെയ്നറാണ്. BR ബ്രേക്ക് ആണ്, ഈസ് എൻ MG ടാഗ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് IMG ഇമേജ് ആണ്, ഈസ് ആൾസോ എന്താ? ഈസ് എ MG ടാഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ മെയിൻ ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ബോഡിക്ക് 8 ആട്രിബ്യൂട്ട്സ് ആണ്. ബോഡി എന്ന വെബ് പേജിൽ നമ്മൾ കാണുന്ന സാധനം, നമ്മൾ കാണുന്ന വെബ് പേജിന് എന്തൊക്കെ ഉണ്ടാവുക? ബേസിക് ആയിട്ട് വേണ്ടത് 8 ആട്രിബ്യൂട്ട്സ് ആണ്. ഒന്ന്, കളർ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ കളർ കൊടുക്കണമെങ്കിൽ BG കളർ യൂസ്ഡ് ടു പ്രൊവൈഡ് ബാക്ക്ഗ്രൗണ്ട് കളർ.
ബാക്ക്ഗ്രൗണ്ട് കളറിൻ്റെ പുറമെ എനിക്ക് ഇംഗ്ലീഷ് ഞാൻ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ യൂസ് ടു ചേഞ്ച് ദ കളർ ഓഫ് ടെക്സ്റ്റ് ആണ് ടെക്സ്റ്റ്. ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്സ്. ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് ലിങ്ക് ചെയ്യണമെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലിങ്ക് ലോകം അംഗീകരിച്ച ഡീഫോൾട്ട് കളർ ബ്ലൂ ആണ് ലിങ്കിൻ്റെ. അടുത്തത് എ ലിങ്ക് ആണ്. എ ലിങ്ക് എന്ന് പറഞ്ഞാൽ ആക്റ്റീവായി കിടക്കുന്ന ലിങ്ക് ഏത് കളറാണ് വരിക? ഗ്രീൻ കളറാണ് ഉണ്ടാവുക. മൂന്നാമത്തത് വി ലിങ്കാണ്. വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ചില ആളുകൾ ചോദിക്കും എന്താ സർ മൂന്നാമത്തെ ലിങ്കുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ വി ലിങ്ക് പറഞ്ഞാൽ വിസിറ്റ് ചെയ്ത ലിങ്ക് കളറ് ചേഞ്ച് ആവും, പർപ്പിൾ കളറാവും. ഞാൻ എന്തിനാ ഇത് ഒന്നുകൂടി എഴുതിയത്? ഇതിൽ നിന്ന് ഒരു 1 മാർക്ക് പോവരുതെന്ന് വിചാരിച്ചിട്ടാണ് എന്നെ കേൾക്കുന്നതിൻ്റെ മക്കൾക്ക് ഞാൻ ഇട്ട് തന്നത്. യെസ്, ഇതിൻ്റെയൊക്കെ റിപ്ലൈ ഞാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. യെസ്, സെറ്റാക്കൂല നിങ്ങൾ? ഓക്കെ, വാടാ. ലെഫ്റ്റ് മാർജിൻ അതേപോലെ ടോപ്പ് മാർജിൻ. യെസ്, ടാസ്ക് ഈസ് ഓവർ. റെഡി അല്ലേ? വാ, സെറ്റാക്കാം. യെസ്, നെക്സ്റ്റ് വൺ. റൈറ്റ് HTML കോഡ് ടു ഡിസ്പ്ലേ ദ കണ്ടന്റ് H2SO4. ശ്രദ്ധിക്കണേ, H2SO4 എഴുതണമെങ്കിൽ H വൃത്തിയിൽ ഇങ്ങനെ എഴുതിയാണ്. 2 അടിയിലാണ്, സബ്സ്ക്രിപ്റ്റ് ആണ്. സബ്സ്ക്രിപ്റ്റ് ആകുമ്പം സബ്സ്ക്രിപ്റ്റ് ഓൺ ആക്കുക, സബ് ഓൺ ആക്കുക. 2 സബ് ക്ലോസ് H2I. SO4 ആണ്. SO4 സബ്സ്ക്രിപ്റ്റിൽ പോകണം. സോ സബ് 4 സബ് ക്ലോസ്. ടാസ്ക് ഈസ് ഓവർ. H2SO4 ആയി. എന്നാ പിടിച്ചോ. നെക്സ്റ്റ്, റൈറ്റ് എനി 2 ടെക്സ്റ്റ് ഫോം. ഷുവർ കട്ട് ക്വസ്റ്റ്യൻ ആണ്. എന്താ ടെക്സ്റ്റ് ഫോർമാറ്റ് ടാഗ്സ്? 12 ടാഗ്സ് ഉണ്ട് അല്ലേ? 12 ടാഗ്സ് ഉണ്ട്. ഏതൊക്കെ 12 ടാഗ്സ്? ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, സ്ട്രൈക്ക്. അറിയാത്തവരുണ്ടോ? ബോൾഡ് പറഞ്ഞാൽ ബോൾഡ് ആണ് അല്ലേ? കട്ടിയിൽ പോലും. ഇറ്റാലിക് ഒന്ന് ചെരിയും, അണ്ടർലൈൻ, സ്ട്രൈക്ക്. ദെൻ ബിഗ്, സൈസ് ഒന്ന് കൂടാൻ, സൈസ് ഒന്ന് കുറയാൻ, സ്മോള്. കട്ടിയിൽ വരാൻ, സ്ട്രോങ്. അതേപോലെ ഒന്ന് ചെരിയാൻ ഈ ഉണ്ട്, എന്നാലും ഒരു പുതിയ സാധനം EM, എംഫസിസ്. ഐ ഉണ്ട് അല്ലേ? ഐന് പകരം മറ്റൊരു പാരാമീറ്ററാണ് EM. സബ്സ്ക്രിപ്റ്റ്, അതേപോലെ മുകളിലോട്ട് A സ്ക്വയർ എന്ന് എഴുതുന്ന സൂപ്പർ സ്ക്രിപ്റ്റ് കോഡ്സ് ആയിട്ട് വരണം. ഒരു പാരഗ്രാഫിന് മൊത്തം കോഡ്സ് വരണമെങ്കിൽ ബ്ലോക്ക് കോഡ്. ഇങ്ങനെ 12 എലമെൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് സൗകര്യമുള്ള ഏതെങ്കിലും 2 നിങ്ങൾ എഴുതും. സെറ്റാക്കൂല? എന്നാൽ പിടിച്ചോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ യൂസ് ഓഫ് എനി 3 ടാഗ് ഫ്രം ദ ഫോളോയിങ്. ഇതിൽ നിന്ന് ഏതെങ്കിലും റൈറ്റ് ദ യൂസ് ഓഫ് എനി 3 ടാഗ്. നമ്മൾ എന്തിന് 3? നമ്മൾ കംപ്ലീറ്റ് നമ്മൾ എഴുതൂലേ? മാർക്ക് യു എന്തിനാ? യൂസ്ഡ് ടു സ്ക്രോൾ ചെയ്യാൻ. സ്ക്രോൾ ഇമേജ് ഓർ ടെക്സ്റ്റ് ആണ് അല്ലേ? അതിന് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് മക്കളെ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഈസ് എ കണ്ടെയ്നർ ടാഗാണ്. ആട്രിബ്യൂട്ട്സ് ഒരുപാടുണ്ട്, പക്ഷേ 2 എഴുതിയേക്കുക. ഒന്ന്, സ്പീഡ് നിയന്ത്രിക്കുന്ന ആൾ, സ്ക്രോൾ എമൗണ്ട്. യെസ്. അതേപോലെ ഗ്യാപ്പ് വരണമെങ്കിൽ, ഒരു സ്ക്രോൾ കഴിഞ്ഞിട്ട് അടുത്ത ഗ്യാപ്പ് വരണമെങ്കിൽ സ്ക്രോൾ ഡിലേ. അടുത്ത പോയിന്റ് ലൂപ്പ്, ഹൗ മെനി ടൈംസ് ഇത് എക്സിക്യൂട്ട് ചെയ്യണം. സ്ക്രോളിങ്ങിൻ്റെ മാർക്കിൻ്റെ ഹൈറ്റും വിടുത്തും സെറ്റ് ചെയ്യാൻ ഹൈറ്റ് വിടുത്ത്, അങ്ങനത്തെ 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. BR എന്നാൽ യൂസ്ഡ് ഫോർ ലൈൻ ബ്രേക്ക് ആണ്. ലൈൻ ബ്രേക്ക് ആയതിനാൽ തന്നെ ഇറ്റ് ഈസ് ആൻ എംപ്റ്റി ടാഗ് ആണ്. ദർ ഈസ് നോ ആട്രിബ്യൂട്ട്സ്. മൂന്നാമത്തെ പോയിന്റ് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ക്രിപ്റ്റ് ആണ്. സൂപ്പർ സ്ക്രിപ്റ്റ് ഈസ് എ കണ്ടെയ്നർ ടാഗ് ആണ്. നോ ആട്രിബ്യൂട്ട്സ്. ഈ എക്സ് എന്ന് എഴുതിയ കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ലാസ്റ്റ് HR യൂസ്ഡ് ഫോർ ഒറിസോണ്ടൽ ലൈൻ ആണ്. യൂസ്ഡ് ഫോർ ഡ്രോയിങ് എ ലൈൻ, ഒരു ലൈൻ വരയ്ക്കാനാണ്. ഡ്രോയിങ് ഒറിസോണ്ടൽ ലൈൻ ആണ്. ഈസ് ആൻ എംപ്റ്റി ടാഗ്. ആട്രിബ്യൂട്ട്സ് 5 ആട്രിബ്യൂട്ട്സ് ആണ്. ഒരു ലൈൻ വരയ്ക്കുമ്പം ലൈൻ്റെ വിഡ്ത്ത്, ലൈൻ്റെ കട്ടി, ദാറ്റ് ഈസ് കോൾഡ് സൈസ് ആണ്. ദെൻ കളർ ഓഫ് ദ ലൈൻ. ഷെയ്ഡ് എന്തെങ്കിലും വേണ്ട എങ്കിൽ നോ ഷെയ്ഡ്സ്. ദെൻ അലൈൻമെൻറ്റ് മീൻസ് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ സെൻറ്റർ ആണോ, ഓട്ടോമാറ്റിക്കലി ഇതെന്തായിരിക്കും ഉണ്ടാവുക? സെൻറ്റർ എലമെൻ്റ് ആണ്. അതോടുകൂടെ ചാപ്റ്റർ 4 അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷേ ചാപ്റ്റർ 5 16 മാർക്കിന് വെയിറ്റേജുള്ള ചാപ്റ്റർ നമ്പർ 5 വെബ് ഡിസൈൻ യൂസിങ് HTML. എന്നാ പിടിച്ചോ. ചാപ്റ്റർ നമ്പർ 5 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ ലിങ്ക് ടു എ പർട്ടിക്കുലർ സെക്ഷൻ ഓഫ് സെയിം ഡോക്യുമെൻറ്റ്. ഒരു ഡോക്യുമെൻറ്റിൻ്റെ സെയിം പാർട്ടിലേക്ക് തന്നെ ജമ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇൻറ്റേർണൽ ലിങ്കിങ് എന്ന് പറയും.
ഒരു വെബ് പേജിൽ നിന്ന് ആ പേജിൻ്റെ തന്നെ ഒരു പാർട്ടിലേക്ക് ജമ്പ് ചെയ്യാണ്. ദാറ്റ് ഈസ് കോൾഡ് ഇൻറ്റേർണൽ ലിങ്കിങ്. എന്നാ പിടിച്ചോ. വിച്ച് HTML ടാഗ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് അൺഓർഡേർഡ് ലിസ്റ്റ്. ഓർഡർ അല്ലാത്ത ലിസ്റ്റ് അത് ഏത് ടാഗാ? UL. അൺഓർഡേർഡ് ലിസ്റ്റ് എന്നാൽ UL ടാഗാണ് യൂസ് ചെയ്യുക. The next one is the main attribute of a tag. A എന്ന് പറഞ്ഞാൽ ആങ്കർ ടാഗ് ആണ്. ആങ്കർ ടാഗിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പാരാമീറ്റർ ആണ് HREF. എന്താ HREFിൻ്റെ ഫുൾ ഫോം? ഹൈപ്പർ റെഫറൻസ്. The fourth one, which HTML code or tag is used to insert a video clip in a web page. ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് പ്ലേ ചെയ്യണമെങ്കിൽ BG സൗണ്ട് ആണെങ്കിൽ എനിക്ക് വീഡിയോയോ ഓഡിയോയോ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന കമൻ്റാണ് എംബഡ് ടാഗ്. Embed tag is used. Next one is choose the odd one out. അതാ ടേബിൾ ഉണ്ട്, TR ഉണ്ട്, TH ഉണ്ട്, അതിന് കൂട്ടത്തിൽ പെടാത്ത ഒരു എലമെൻ്റ് ആണ് കോൾ സ്പാൻ. കാരണം കോൾ സ്പാൻ ഈസ് ആൻ ആട്രിബ്യൂട്ട് ആണ്. ബാക്കി ടേബിൾ ആയിക്കോട്ടെ, TR ആയിക്കോട്ടെ, TH ആയിക്കോട്ടെ, അതെല്ലാം ടാഗുകളാണ്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലിസ്റ്റ് ഇൻ HTML? HTML യൂസ് ചെയ്യുന്ന ലിസ്റ്റ് ഏതൊക്കെ ഉണ്ടാവുക? 3 ടൈപ്പ് ലിസ്റ്റാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് അൺഓർഡേർഡ് ലിസ്റ്റ്. അതേപോലെ രണ്ടാമത്തെ പാരാമീറ്റർ ആണ് ഓർഡേർഡ് ലിസ്റ്റ്. ആൻഡ് തേർഡ് വൺ ഈസ് ഏതാ? ഡെഫിനിഷൻ ലിസ്റ്റാണ്. എന്താ ഈ അൺഓർഡേർഡ് ലിസ്റ്റ്? അൺഓർഡേർഡ് ലിസ്റ്റ് മീൻസ് ഇറ്റ് പ്രൊവൈഡ് സിമ്പിൾസ് ആണ്. ബുള്ളറ്റ്, ഡിസ്ക് അല്ല, ഡിസ്ക്, സർക്കിൾ, സ്ക്വയർ, ഈ 3 സിമ്പിൾസ് ആണ് അൺഓർഡേർഡിൽ ഉണ്ടാവുക. ഓൾ ആർ കണ്ടെയ്നർ ടാഗാണ്. എന്നാൽ ഓർഡേർഡ് ആരാ? ഓർഡേർഡ് എന്നാൽ ഇറ്റ് പ്രൊവൈഡ് നമ്പറാണ്, അല്ലെങ്കിൽ ലെറ്ററാണ്, അല്ലെങ്കിൽ റോമനാണ്. ഇത് അല്ല, ഇറ്റ് ഈസ് എ കണ്ടെയ്നർ ടാഗാണ്. ആട്രിബ്യൂട്ട്സ് 2 ആട്രിബ്യൂട്ട്സ് ആണ്. ഒന്ന് ടൈപ്പും രണ്ടാമത്തെ സ്റ്റാർട്ടുമാണ്. മൂന്നാമത്തെ ഡെഫിനിഷൻ ലിസ്റ്റാണ്. ബുള്ളറ്റ് ഇല്ല, ഡിസ്ക് ഇല്ല, നമ്പർ ഇല്ല, ഒന്നുമില്ല, സ്പേസാണ്. പ്രൊവൈഡ് ഇൻഡൻറ്റേഷൻ, ഗ്യാപ്പാണ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ സപ്പോർട്ടിംഗ് ടാഗ് 2 സപ്പോർട്ടിംഗ് ടാഗ്സ് ആണ്. ഒന്ന് DT ഉണ്ട്, രണ്ടാമത് DD ഉണ്ട്. ഡെഫിനിഷൻ ടേമും ഡെഫിനിഷൻ ഡാറ്റയും. സെറ്റല്ലേ? പോവാം. നെക്സ്റ്റ് വൺ, റൈറ്റ് എൻ HTML കോഡ് ഫോർ എ വെബ് പേജ് ടു ഷോ ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. ഇങ്ങനൊരു വെബ് പേജ് വരണമെങ്കിൽ, ഇങ്ങനെ ഒരു എലമെൻറ്റ് വരണമെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് നെസ്റ്റഡ് ലിസ്റ്റ്. ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ മറ്റൊരു ലിസ്റ്റാണ്. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ. ആദ്യം ഈ ബുള്ളറ്റ് നോക്കാം. ഈ ബുള്ളറ്റ് ഇതാണ് ഫസ്റ്റ്, ഇത് രണ്ടുമാണ് ബുള്ളറ്റ്. അപ്പോൾ ഇതിനെ പറഞ്ഞ പേരാണ് അൺഓർഡേർഡ് ലിസ്റ്റ്. UL എന്ന് എഴുതും. ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യാൻ കാരണം ഡീഫോൾട്ടായിട്ട് വരുന്നത് ഡിസ്ക് തന്നെയാണ്. അതിൽ ഫസ്റ്റ് പാരാമീറ്റർ LI എന്ന് എഴുതാം. LIയിൽ ആദ്യം എഴുതേണ്ടത് ഹാർഡ്വെയർ എന്ന് എഴുതാം. ഹാർഡ്വെയർ എന്ന് എഴുതാം, LI ക്ലോസ് ചെയ്യുക. ടാസ്ക് ഈസ് ഓവർ. ഇവിടെ 3 എലമെൻറ്റ്സ് ഉണ്ട്. ഒരു 4-5 ലൈൻ ഗ്യാപ്പ് ഇട്ട് 5 ലൈൻ ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത LI എഴുതാം. LI ആരെഴുതാം? സോഫ്റ്റ്വെയറിന് എഴുതാം. സോഫ്റ്റ്വെയർ എഴുതാം. എന്നിട്ട് LI ക്ലോസ് ചെയ്യാം. അതിൻ്റെ ശേഷം ഇനി 2 ലൈനാണുള്ളത്. അപ്പോൾ 4 ലൈൻ ഗ്യാപ്പ് ഇടാം. 2 ആണെങ്കിൽ 4 ലൈൻ. അപ്പോൾ UL ക്ലോസ് ചെയ്തു. ടാസ്ക് ഈസ് ഓവർ. ഇനി ഈ ഗ്യാപ്പിലേക്ക് ഇവനെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം. ഇതാരാ? 1 2 3 ആണ്. 1 2 3 പറയുമ്പം ഓർഡേർഡ് ലിസ്റ്റാണ്. OL എന്ന് എഴുതാം. എത്ര LIകൾ? 3 LI ഒരുമിച്ച് എഴുതാം. എന്നാൽ പെട്ടെന്ന് ടാസ്ക് കഴിയും. OL ക്ലോസ്. ഈ LIയിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ നിങ്ങൾക്കറിയില്ലേ, IO ഡിവൈസാണ് ഫസ്റ്റ് വണ്ടി. IO ഡിവൈസ് എന്ന് എഴുതാം. ബാക്കി നിങ്ങൾ എഴുതും. എന്നെ കേൾക്കണ എൻ്റെ മക്കൾ എഴുതും. റെഡിയാണ്? യെസ്, ഇത് എഴുതും. അതേപോലെ രണ്ടാമത്തെ എഴുതും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്ലിക്കേഷൻ പ്രോഗ്രാം വേണം. അതും ഇതേപോലെ അടുത്ത OL എഴുതാം. LI 2 LI പ്ലേസ് ചെയ്യാം. LIൻ്റെ ഫുൾ ഫോമാണ് ലിസ്റ്റ് ഐറ്റം. OL ക്ലോസ്. ടാസ്ക് ഈസ് ഓവർ. 5 മാർക്കിന് വരും. എക്സ്പെക്ട് ചെയ്തോ? കാണാം. മേക്ക് ദ ഫോളോയിങ് ലിസ്റ്റ് യൂസിങ് അപ്രോപ്രിയേറ്റ് ലിസ്റ്റ് ടാഗ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിലോ, ഇങ്ങനെയാണെങ്കിൽ സിമ്പിളാണ്. ABC ആണ്. സോ OL ആണ്. ടൈപ്പ് ഈസ് ഈക്വൽ ടു A. കണ്ടോ? ഡബിൾ കോട്ടിൽ എത്ര LI? 3 LI അല്ലേ? 3 എലമെൻറ്റ്സ് ആണുള്ളത്. അതുകൊണ്ട് 3 LI എഴുതാം. OL ക്ലോസ് ചെയ്യാം. ഏത് ഫസ്റ്റ് LIയിൽ ആരാ? കീബോർഡ്സ്. അത് ആദ്യം മാത്രം ഞാൻ എഴുതുന്നു, ബാക്കി നിങ്ങൾ സെറ്റാക്കും. റെഡി അല്ലേ? ഇവിടെ മൗസ് എഴുതും, അതേപോലെ സ്കാനർ എഴുതും. ലിസ്റ്റ് എനി 4 ആട്രിബ്യൂട്ട്സ് ഓഫ് എംബഡ് ടാഗ്. എംബഡ് ടാഗിൻ്റെ റോൾ എന്താ? മ്യൂസിക് ആഡ് ചെയ്യാനാണ് അല്ലേ? മ്യൂസിക് ആഡ് ചെയ്യുമ്പോൾ 4 എലമെൻറ്റ്സ് ആണ്, 4 ആട്രിബ്യൂട്ട്സ് ആണ്. ഒന്ന് ആ മ്യൂസിക് പ്ലെയറിൻ്റെ ഹൈറ്റ്. മ്യൂസിക് പ്ലെയറിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്യുന്നത്, അതേപോലെ മ്യൂസിക് പ്ലെയറിൻ്റെ വിഡ്ത്ത് സെറ്റ് ചെയ്യുക. ദ മെയിൻ ആട്രിബ്യൂട്ട് ഈസ് സോഴ്സ്. ഏത് മ്യൂസിക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണം. SRC. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അലൈൻമെൻറ്റ്. എവിടെ പ്ലേസ് ചെയ്യണം? ലെഫ്റ്റിലാണോ, റൈറ്റിലാണോ, സെൻറ്ററിലാണോ എന്ന് പ്ലേസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ എനി 4 ആട്രിബ്യൂട്ട്സ് ഓഫ് ടേബിൾ.
ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ടേബിളിൻ്റെ ആട്രിബ്യൂട്ട്സ് ഒരു ടേബിൾ ഇങ്ങനെ മനസ്സിൽ കാണാം. ഒരു ടേബിൾ ഇങ്ങനെ മനസ്സിൽ കാണുമ്പോൾ ടേബിളിന് എന്തൊക്കെ ഉണ്ടാവും? അവിടെ ടേബിളിന് എന്തൊക്കെ ഉണ്ടാവും? റോസ് ഉണ്ടാവും, കോളംസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ ടേബിളിന് ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിനെ പറഞ്ഞ പേരാണ് ബോർഡർ. ബോർഡറിൻ്റെ കളർ സ്പെസിഫൈ ചെയ്യുന്നതാണ് ബോർഡർ കളർ. അപ്പോൾ ബോർഡറായി ബോർഡർ കളർ. ഉള്ളിൽ ഫുള്ള് കളർ കൊടുക്കണം. ആ ഉള്ളിൽ കളർ കൊടുക്കണമെങ്കിൽ യൂസ് ചെയ്യുന്ന പാരാമീറ്ററാണ് BG കളർ. കളർ വേണ്ട, എനിക്ക് ഇമേജാണ് കൊടുക്കേണ്ടതെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുക്കും. ടേബിളിൻ്റെ ഹൈറ്റ് സ്പെസിഫൈ ചെയ്യാൻ ഹൈറ്റ് എന്നുള്ള പാരാമീറ്റർ ഉണ്ട്. അതേപോലെ വിഡ്ത്ത് സെറ്റ് ചെയ്യാൻ വിഡ്ത്ത്. ടേബിൾ എവിടെ വരണം, ലെഫ്റ്റിൽ വേണോ റൈറ്റിൽ വേണോ സെൻറ്ററിൽ വേണോ തീരുമാനിക്കാൻ അലൈൻമെൻറ്റ്. ആൻഡ് ലാസ്റ്റ് വൺ, കള്ളികൾ സെല്ലുകൾ തമ്മിൽ ഗ്യാപ്പ് കൊടുക്കണമെങ്കിൽ സെൽ സ്പേസിങ്, സ്പേസ് ബിറ്റ്വീൻ 2 cells. എന്നാൽ സെൽ പാഡിങ്, സ്പേസ് ബിറ്റ്വീൻ ഡാറ്റ ആൻഡ് സെൽ ബോർഡർ, സെൽ പാഡിങ് 2D ഉണ്ട്. യെസ്, നെയിം 2 അസോസിയേറ്റ് ടാഗ് ഓഫ് ടേബിൾ. ടേബിളിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന 2 ടാഗുകൾ ഏതാ? 2 ടാഗല്ല, ശരിക്കും 3 ടാഗാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് TR. TR എന്ന് പറഞ്ഞാൽ ടേബിൾ റോ ആണ്. അതേപോലെ രണ്ടാമത്തെ ടേമാണ് TH ഉണ്ട്, TD ഉണ്ട്. TH മീൻസ് ടേബിളിൻ്റെ ഹെഡിങ് ആണ്, ഹെഡിങ് ആണ്. എന്നാൽ TD എന്ന് പറഞ്ഞാൽ എന്താ? ടേബിളിൻ്റെ ഡാറ്റയാണ്. അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പാരാമീറ്ററാണ് ടേബിൾ ഡാറ്റ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റോ സ്പാൻ ആൻഡ് കോൾ സ്പാൻ ആണ്. റോ സ്പാൻ എന്ന് പറഞ്ഞാൽ മെർജിങ് ആണ്, കമ്പൈൻ ചെയ്യലാണ്. മെർജിങ് ഓഫ് 2 കോളംസ് ആണ്. കോളംസ് ആണ്, 2 എന്നല്ല, മെർജിങ് ഓഫ് കോളംസ് ആണ്. എന്നാൽ സോറി മെർജിങ് ഓഫ് റോസ് ആണ്. റോ സ്പാൻ ആണ്, മെർജിങ് ഓഫ് റോസ് ആണ്. എന്നാൽ കോൾ സ്പാൻ എന്ന് പറഞ്ഞാൽ മെർജിങ് ഓഫ് കോളംസ് ആണ്. അതിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കിയാലോ, സെറ്റാക്കിയാലോ? എന്നാൽ പിടിച്ചോ ഒരു പ്രോഗ്രാം. റൈറ്റ് ആൻ HTML കോഡ് ടു ഡിസ്പ്ലേ ദ ഫോളോയിങ് വെബ് പേജ്. എന്താ ചെയ്യുക? ഇങ്ങനൊരു വെബ് പേജ് ചെയ്യാൻ ചോദിച്ചാൽ ചെയ്യേണ്ട ടാസ്ക് വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് വൺ ഈസ് HTML മുതൽ. HTML മുതൽ വേണോ? HTML മുതൽ വേണോ? വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്നായിക്കോട്ടെ, HTML ഹെഡ് അതൊക്കെ എഴുതി എല്ലാവർക്കും അറിയുന്നതാണ്. ടൈറ്റിലൊക്കെ എഴുതിയതിൻ്റെ ശേഷം ബോഡിയിൽ നമുക്ക് എന്ത് ചെയ്യാം? അയ്യോ, ഇവിടെ സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളോ? ഇല്ല. അപ്പം നമുക്ക് ബോഡി മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അല്ല, ബോഡി ഇതിവിടെ ഞാൻ ക്ലിയർ ചെയ്തു കേട്ടോ. ഇതിൻ്റെ ബാക്കിയാണ് കേട്ടോ. യെസ്, എവിടെ? ഓക്കെ, ബോഡിൻ്റെ ശേഷം ഫസ്റ്റ് കാണണ്ടേ ടേബിളാണ്. ടേബിൾ റോ ഉണ്ട്. സോ ടേബിൾ ബോർഡർ ഈക്വൽ ടു 1 എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാം. ബോർഡർ ഈക്വൽ ടു 1, ബോർഡറായി. ദെൻ ഫസ്റ്റ് റോയിൽ നിങ്ങൾ എന്തൊക്കെ കാണണ്ടേ? ഇയർ കാണണ്ട്, സെക്കൻഡ് ലാംഗ്വേജ് കാണുന്നുണ്ട്. അപ്പോൾ ഇയറിൻ്റെ പ്രത്യേകത എന്താ? എത്ര റോ ഉണ്ട് മൊത്തം? 1 2 3 4 ആണ്. 4 റോസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റോൻ്റെ പ്രത്യേകത TR എന്ന് എഴുതാം. TRൽ ഇയർ എന്നുള്ളത് വരണം. പക്ഷേ 2 റോൻ്റെ വലുപ്പമാണ് ഇയർ എടുക്കണേ. സോ TD ആവാം, അല്ലെങ്കിൽ TH ആവാം. TH ആക്കാം. TH റോ സ്പാൻ ഈക്വൽ ടു 2. റോ സ്പാൻ ഈക്വൽ 2 എന്ന് എഴുതിയതിന് ശേഷം അവിടെ ഇയർ എന്നുള്ളത് മെൻഷൻ ചെയ്യുക. ഇയർ എന്ന് കഴിഞ്ഞതിന് ശേഷം TH അതോടുകൂടെ ഇയർ എന്നുള്ള പാരാമീറ്റർ അവിടെ വന്നിട്ടുണ്ടാവും. ഇയർ വന്ന സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ഇനി അടുത്ത പാരാമീറ്റർ എനിക്ക് എഴുതേണ്ടത്. സെക്കൻഡ് ലാംഗ്വേജ് എഴുതുമ്പോഴുള്ള പ്രശ്നം, സെക്കൻഡ് ലാംഗ്വേജിന് അത് കോൾ സ്പാൻ ആണ്. കോളങ്ങൾ തമ്മിലാണ് മെർജ് ചെയ്തത്. കോൾ സ്പാൻ ഈക്വൽ ടു 2 സെക്കൻഡ് ലാംഗ്വേജ് എഴുതി. എന്നിട്ട് TH ക്ലോസ് ചെയ്തു. TH ക്ലോസ് ചെയ്യുന്നതോട് കൂടെ ആ ഫസ്റ്റ് റോ അവസാനിച്ചു. അപ്പോൾ ഒന്ന് മാർക്ക് ചെയ്യുക, ദാ ഫസ്റ്റ് റോ ഈസ് ഓവർ. മറ്റൊരു റോ, സെക്കൻഡ് റോയിൽ പ്രത്യേകിച്ച് വിവാദങ്ങളൊന്നുമില്ല. ഹിന്ദി മലയാളം എഴുതാനേ ഉള്ളൂ. സോ സെക്കൻഡ് റോ TRൽ വിവാദങ്ങളൊന്നുമില്ല. TD 2 TD എന്ന് എഴുതാം. ഡാറ്റ ആണ് ഹിന്ദി എന്നുള്ള എഴുതണം. അതേപോലെ മലയാളം എന്നുള്ള എഴുതാം. മലയാളം. അതേപോലെ TD ക്ലോസ് ചെയ്യാം. സെക്കൻഡ് TD ക്ലോസ് ചെയ്യാം. ടാസ്ക് ഈസ് ഓവർ. TR ക്ലോസ്. ടേബിൾ റോ ഈസ് ഓവർ. നെക്സ്റ്റ് പാരാമീറ്റർ എടാ, ഇനിയുള്ളത് നിങ്ങൾക്ക് എഴുതി കൂടെ ഒരു പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പോൾ എഴുതിക്കോ തേർഡ് റോയിൽ 2020 40 50 3 വാല്യൂസ് വേണം. സോ TD ആ വാല്യൂസ് അതേപോലെ പ്ലേസ് ചെയ്യാം. TR അഗെയിൻ ഇതേപോലെ പ്ലേസ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. റെഡി അല്ലേ? സെറ്റ് അല്ലേ? 5 മാർക്ക്.
The next question, name the tag used to divide the browser window into different sections. Different sectionലേക്ക് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റ് സ്ക്രീൻ ആണ് ചോദ്യം. സ്പ്ലിറ്റ് സ്ക്രീനിന് വേണ്ടി യൂസ് ചെയ്യുന്ന എലമെൻ്റ് ആണ് ഫ്രെയിം സെറ്റ്. The tag pair is frame set. ആ ഫ്രെയിം സെറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗിൻ്റെ പേരാണ് ഫ്രെയിം ടാഗ്. ലിസ്റ്റ് any 3 values. അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് any 3 values provided to type attribute of inputs. ഇൻപുട്ടിൻ്റെ ഉള്ളത്തെ ടൈപ്പിൻ്റെ വാല്യൂസ്, ഫസ്റ്റ് വാല്യൂ ഈസ് ടെക്സ്റ്റ് ബോക്സ് ആണ്. ഈ ബോക്സ് വാല്യൂസ് ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ കാണുന്ന ബോക്സ്, എന്നാൽ കാണാത്ത ബോക്സ് ദാറ്റ് ഈസ് കോൾഡ് പാസ്വേഡ് ബോക്സ്. പാസ്വേഡ് ബോക്സ്, പാസ്വേഡ് ബോക്സ്. മൂന്നാമത്തത് റേഡിയോ ബട്ടൺ ആണ്. റേഡിയോ ബട്ടൺ എന്ന് പറഞ്ഞാൽ മെയിൽ ഓർ ഫീമെയിൽ സെലക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സെലക്ഷൻ പോസിബിൾ ആവുന്ന എലമെൻറ്റ്. ഫോർത്ത് എലമെൻറ്റ് ഈസ് ചെക്ക് ബോക്സ് ആണ്. ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഐ ആക്സെപ്റ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻ, ടിക്ക് ചെയ്യുന്ന സാധനം. ദെൻ ബട്ടൺ ആണ്, സബ്മിറ്റ് ചെയ്യാൻ അല്ലേ, സബ്മിറ്റ് ഉണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് റീസെറ്റ് ഉണ്ട്. ടാസ്ക് ഈസ് ഓവർ. എന്നാ പിടിച്ചോ, ചാപ്റ്റർ 5 ഈസ് ഓവർ. റെഡി, ചാപ്റ്റർ 6ലേക്ക് പോകാം. ചാപ്റ്റർ 6ൻ്റെ പ്രത്യേകത എന്താ? ചാപ്റ്റർ 6 ജാവാസ്ക്രിപ്റ്റ് ആണ്. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. എന്നാ പിടിച്ചോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫംഗ്ഷൻ യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഡാറ്റ. ഒരു ഡാറ്റ ടൈപ്പ് ഏതാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ടൈപ്പ് ഓഫ്. ദ പ്രോപ്പർട്ടി വിച്ച് റിട്ടേൺ ദ സൈസ്. ഒരു സൈസ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാരാമീറ്ററാണ് ലെങ്ത്. ഡാഷ് കീവേഡ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ വേരിയബിൾ. ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാരാമീറ്റർ ഏതാ? var. VAR, that is variable var. The function in JavaScript that convert a string type. ഒരു സ്ട്രിങ് ടൈപ്പിനെ കണ്ടെയ്നിങ് നമ്പേഴ്സ് ടു നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് നമ്പർ ഓഫ് n ക്യാപിറ്റൽ ആവണേ. വിച്ച് ടാഗ് ഈസ് യൂസ്ഡ് ടു ഇൻക്ലൂഡ് സ്ക്രിപ്റ്റ് ഇൻ HTML. HTMLലേക്ക് സ്ക്രിപ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് സ്ക്രിപ്റ്റ് ടാഗ്. ഒരുപാട് 1 മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് കേട്ടോ. ഓക്കെ, വിച്ച് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു കോൺകാറ്റിനേറ്റ് 2 സ്ട്രിങ്. 2 സ്ട്രിങ് കൂട്ടിച്ചേർക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാരാമീറ്ററാണ് പ്ലസ് ഫംഗ്ഷൻ. ഐഡൻറ്റിഫൈ ദ സ്യൂട്ടബിൾ ഡാറ്റ ടൈപ്സ്. അപ്പോൾ ഏതൊക്കെയാണ് ഡാറ്റ ടൈപ്സ്? ജാവാസ്ക്രിപ്റ്റിൻ്റെ ഡാറ്റ ടൈപ്സ് ഏതൊക്കെ? 3 ഡാറ്റ ടൈപ്സ് ആണുള്ളത്. നമ്പർ, സ്ട്രിങ്, ബൂലിയൻ. അപ്പോൾ ഇതാ സൂപ്പർ കമ്പ്യൂട്ടർ ഈസ് എ സ്ട്രിങ് ആണ്. ട്രൂ ഡബിൾ കോട്ടാണ്. ഡബിൾ കോട്ട് കണ്ടാൽ ഒന്നും നോക്കണ്ട, ഒരു ടെൻഷനും അടിക്കണ്ട, സ്ട്രിങ്. എന്നാൽ 67.5 ദിസ് ഈസ് നമ്പർ. പിടിച്ചോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ഫോളോയിങ് ജാവാസ്ക്രിപ്റ്റ് കോഡ്, പ്രെഡിക്റ്റ് ദ ഔട്ട്പുട്ട്സ്. ജസ്റ്റിഫൈ യുവർ ആൻസർ. വാർ A, B, C. A is equal to 25 ആണ്. 25 വായിക്കാൻ പാടില്ല, 25. B equal to 5 ആയിക്കോട്ടെ, ഒട്ടിപ്പിടിക്കും. 25നോട് കൂടെ 5 ഒട്ടിപ്പിടിക്കുമ്പോൾ 25 എന്നല്ല 25 ആണ്. ഒട്ടിപ്പിടിക്കുമ്പോൾ ആൻസർ ഈസ് 255. അലേർട്ടാണ്. അലേർട്ടാകുമ്പം ഒരു ബോക്സിൽ വരും, ആൻസർ ഈസ് 255. എന്താ ജസ്റ്റിഫൈ യുവർ ആൻസർ? സ്ട്രിങ് അല്ലേ. ജസ്റ്റിഫൈ എന്ന് പറയുമ്പോൾ നോട്ട് ചെയ്ത് വെക്കണ്ടേ, സ്ട്രിങ് പ്ലസ് നമ്പർ ഇറ്റ് ഓൾവേസ് പ്രൊഡ്യൂസ്. എന്തേ വരുള്ളൂ? ഒരു സ്ട്രിങ് ആൻസർ മാത്രമേ വരുള്ളൂ അല്ലേ. 25ൻ്റെ കൂടെ 5 ആയാൽ 30 വരില്ല. 30 ആവണമെങ്കിൽ അത് നമ്പർ ഓഫ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എക്സ്പ്ലെയിൻ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 6 ഫങ്ഷൻസ് ഉണ്ട്. അലേർട്ട്, ഒരു ഡയലോഗ് ബോക്സ് പ്രിൻറ്റ് ചെയ്യാൻ. ഒരു നമ്പർ ആണോ അല്ലേ ചെക്ക് ചെയ്യാൻ ഈസ് ഞാൻ. ക്യാപിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ടു അപ്പർ കേസ്, സ്മോൾ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ടു ലോവർ കേസ്. ആൻഡ് ക്യാരറ്റ്, ഒരു ക്യാരക്ടർ അറ്റ് എ പെർട്ടിക്കുലർ പൊസിഷൻ പ്രിൻറ്റ് ചെയ്യാൻ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ലെങ്ത്. എന്നാ പിടിച്ചോ, അലേർട്ട്സ് പ്രിൻറ്റ് ഡയലോഗ് ബോക്സ്. ഈസ് ഞാൻ ആണോ ചെക്ക് ചെയ്യാനാണ്, നോട്ട് എ നമ്പർ ആണോ ചെക്ക് ചെയ്യാൻ. ആണെങ്കിൽ ട്രൂ തരും, അല്ലെങ്കിൽ ഫാൾസ് വരും. ടു അപ്പർ കേസ് ക്യാപിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യും. ടു ലോവർ കേസ് സ്മോൾ ലെറ്ററിലേക്ക്. ശ്രദ്ധിക്കണേ, രണ്ടാമത്തെ ടേം ക്യാപിറ്റൽ ആയിരിക്കും. ജാവാസ്ക്രിപ്റ്റിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ക്യാരറ്റ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ലെങ്ത്. ലെങ്ത്തിന് ബ്രാക്കറ്റ് ഇല്ല. ഈ ഏരിയയിൽ 2 ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ 2 പോയിൻറ്റ്സ് ആണുള്ളത്. ക്യാപിറ്റൽ മേലാണ് സ്റ്റാർട്ട് ചെയ്യുക. 2 വേർഡോ 3 വേർഡോ ഉണ്ടെങ്കിൽ സെക്കൻഡ് ആൻഡ് തേർഡ് വേർഡ് സ്റ്റാർട്ടിങ് വിത്ത് ക്യാപിറ്റൽ ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് ലെങ്ത്തിന് ബ്രാക്കറ്റ് ഇല്ല. സോ ലെങ്ത് ഈസ് എ ഫംഗ്ഷനാണ്.
റൈറ്റ് ഡൗൺ ദ ജാവാസ്ക്രിപ്റ്റ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഫോർ ദ ഫോളോയിങ് ടു ഡിസ്പ്ലേ എ മെസ്സേജ്. ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പാരാമീറ്ററാണ് അലേർട്ട്സ്. കൺവേർട്ട് ദ ഗിവൺ സ്ട്രിങ് ഇൻ ടു അപ്പർ കേസ്. അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ടു അപ്പർ കേസ്. യു ക്യാപിറ്റൽ ആണ്, സി ക്യാപിറ്റൽ ആണ്. നെക്സ്റ്റ് വൺ, ടു ചെക്ക് വെദർ ദ ഗിവൺ വാല്യൂ ഈസ് എ നമ്പർ ഓർ നോട്ട് ഈസ് നാൻ. നമ്പർ ആണോ അല്ല എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈസ് നാൻ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ജാവാസ്ക്രിപ്റ്റ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ടു ഡു ദ ഫോളോയിങ് ടു ഫൈൻഡ് ദ ക്യാരക്ടർ അറ്റ് എ പെർട്ടിക്കുലർ പൊസിഷൻ. ഇങ്ങനെ സാധനം വന്നാൽ ക്യാർ അറ്റ് എ ക്യാപിറ്റൽ ആണ്. To check whether the data is stored in a variable is number or not is nan. Yes, to convert the string JavaScript to JavaScript, small letter to uppercase ആണ്. So to uppercase. ഇപ്പോൾ ഈ ടൈപ്പ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പറെ വരാറില്ല. യെസ്, the last question is very very important question. Explain 3 ways in JavaScript can be inserted in web page. ഒരു JavaScript നമ്മുടെ പ്രോഗ്രാമിലേക്ക് എവിടൊക്കെ ഇൻസേർട്ട് ചെയ്യാം? 3 സ്ഥലത്താണ്. ഇൻസൈഡ് ദ ഹെഡ് സെക്ഷൻ, ഇൻസൈഡ് ദ ബോഡി സെക്ഷൻ ആൻഡ് എക്സ്റ്റേണൽ ഫയൽ. ബോഡിൻ്റെ ഉള്ളിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. സ്ക്രിപ്റ്റ് വിൽ ബി എക്സിക്യൂട്ട് വൈൽ ദ കണ്ടന്റ് ഓഫ് ദ വെബ് പേജ് ഈസ് ബീൻ ലോഡഡ് അല്ലേ. രണ്ടാമത് ഇൻസൈഡ് ദ ഹെഡ് സെക്ഷൻ ആണ്. വി ക്യാൻ പ്ലേസ് ദ സ്ക്രിപ്റ്റ് ഇൻസൈഡ് ദ ഹെഡ് സെക്ഷൻ. ഇറ്റ് ഹെൽപ്സ് ടു എക്സിക്യൂട്ട്, പെട്ടെന്ന് വർക്ക് ചെയ്യും. as head section is loaded before the ബോഡിന് മുമ്പേ ഹെഡ് പ്ലേസ് ചെയ്ത സ്ഥിതിക്ക് അത് ആദ്യമേ ലോഡ് ചെയ്യും. ബട്ട് ദ സ്ക്രിപ്റ്റ് ദാറ്റ് ആർ എക്സിക്യൂട്ടഡ് വൈൽ ലോഡിംഗ് ദ പേജ് വിൽ നോട്ട് വർക്ക്. എക്സ്റ്റേണൽ ഫയൽ, ലാസ്റ്റ് വൺ, പുറമെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. അതെങ്ങനെ എഴുതാം? സ്ക്രിപ്റ്റ് ടൈപ്പ് ഈക്വൽ ടു SRC അല്ല, ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ഓർ ജാവാസ്ക്രിപ്റ്റ് SRC കൊടുത്തിട്ട് ആ ഫയലിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സോ മക്കളെ, വളരെ ഭംഗിയായിട്ട് ഒരുപാട് നല്ല നല്ല ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചാപ്റ്റർ നമ്പർ 4 and 5 and 6 നമ്മൾ കവർ ചെയ്തു. വളരെ ഭംഗിയായിട്ട് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾ കാണുക, ട്രീറ്റ് ചെയ്യുക. ദെൻ നമ്മുടെ എക്സാമിൻ്റെ തലേന്ന് നമുക്ക് സെറ്റാക്കാം. റെഡി അല്ലേ?